മാജിക്. എൻ്റെ പേര് ഷാര. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള ഹെയർ ബാൻഡ്സ് ആണ് കേട്ടോ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ചെറിയൊരു കട്ട് പീസ് വെച്ചിട്ട് പോലും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു ചെറിയൊരു പീസ് ഓഫ് ഫാബ്രിക് പ്ലസ് ഒരു ചെറിയ പീസ് ഓഫ് എലാസ്റ്റിക് മാത്രം മതി നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് നമ്മുടെ ഡ്രസ്സസിന് മാച്ചിങ് ആയിട്ടുള്ള ഹെയർ ബാൻഡ്സ് സ്റ്റിച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ആകെ വേണ്ടി വരുന്ന ഫാബ്രിക് എന്ന് പറയുന്നത് ഈ ഒരു പീസ് ഓഫ് ഫാബ്രിക് ആണ് കേട്ടോ. ഇതിന്റെ ലെങ്ത് ഞാൻ എടുത്തിട്ടുള്ളത് 20 ഇഞ്ചസ് ആണ്. അതുപോലെ തന്നെ വിഡ്ത്ത് എടുത്തിട്ടുള്ളത് 4 ഇഞ്ചസും ആണ്. നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ബാൻഡിന് വേണ്ട സൈസ് അനുസരിച്ച് ഈ ഒരു ലെങ്ത്തും വിഡ്ത്തും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ ഈ ഒരു ഫാബ്രിക് ഇതുപോലെ നല്ല വശം അകത്ത് വരുന്ന രീതിയിൽ രണ്ടാക്കി മടക്കുക. എന്നിട്ട് അതിന്റെ എഡ്ജിലേക്കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇതാ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കാൻ, നമ്മുടെ ആ വിഡ്ത്ത് വൈസ് ഉള്ള ആ 2 അറ്റവും ഓപ്പൺ ആണ് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഒരു സേഫ്റ്റി പിൻ യൂസ് ചെയ്തിട്ട് ഞാനിപ്പോൾ ചെയ്യുന്ന ഈ രീതിയിൽ ഒന്ന് മറച്ചിടാം. അങ്ങനെ മറച്ചിട്ട് കഴിഞ്ഞപ്പോൾ നമുക്കിത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ അകത്തൂടെ കടത്താനുള്ള ഇലാസ്റ്റിക് ആണ്. ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ റൗണ്ടഡ് ആയിട്ടുള്ള ഇലാസ്റ്റിക് ആണ് കേട്ടോ. ഇത് എല്ലാ ഷോപ്സിലും വാങ്ങാൻ കിട്ടും. അതല്ല നിങ്ങൾക്ക് പരന്ന ഇലാസ്റ്റിക് ആണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ അതായാലും മതി. ഒത്തിരി വീതിയിൽ എടുക്കരുത് കേട്ടോ. ഏറ്റവും വീതി കുറഞ്ഞ ഇലാസ്റ്റിക് കിട്ടും, അതായാലും എടുത്താൽ മതി. ഞാനിവിടെ 8 ഇഞ്ചസിൽ ഇത് കട്ട് ചെയ്യുന്നുണ്ട്. 8 ഇഞ്ചസ് ലെങ്ത് ഉള്ള ഇതുപോലുള്ള ഇലാസ്റ്റിക് എടുക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ സേഫ്റ്റി പിന് തന്നെ യൂസ് ചെയ്തിട്ട് ഇത് ഈ ഒരു ട്യൂബിന്റെ അകത്തേക്ക് കടത്തുക. എന്നിട്ട് എലാസ്റ്റിക്കിന്റെ 2 അറ്റവും തമ്മിൽ ഇതുപോലെ കൂട്ടി ഒന്ന് കെട്ടിക്കൊടുക്കുക. അത് അഴിഞ്ഞു പോകാത്ത രീതിയിൽ വേണം കെട്ടിക്കൊടുക്കാൻ കേട്ടോ. ഇനി നമുക്ക് ആ എലാസ്റ്റിക് കാണാത്ത രീതിയിൽ ആ 2 അറ്റവും തമ്മിൽ ജോയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫാബ്രിക്കിന്റെ ഒരറ്റം ഇതുപോലെ ഞാൻ ചെയ്യുന്നത് പോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് അടുത്ത അറ്റം ആ ഒരു ഫാബ്രിക്കിന്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഒരു നൂലും സൂചി എടുത്തിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ സ്റ്റിച്ചസ് കാണാത്ത രീതിയിൽ നല്ല ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ റഫിൾഡ് ഹെയർ ബാൻഡ് അല്ലെങ്കിൽ സ്ക്രഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഫിനിഷിങ്ങിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഏത് ക്ലോത്ത് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. പ്രിന്റഡ് ഫാബ്രിക് ആണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും കേട്ടോ. അതല്ല നമുക്ക് ഏത് ടൈപ്പ് ഫാബ്രിക്, ഏത് ടൈപ്പ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ഇതുപോലുള്ള സ്ക്രഞ്ചീസ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ഷോപ്സിലൊക്കെ പല പല ഫാബ്രിക്സിന്റെ ഇതുപോലുള്ള ഹെയർ ബാൻഡ്സ് വാങ്ങാൻ കിട്ടും.
ഈ പിക്സിൽ കാണുന്നത് പോലെ നമുക്ക് വെൽവെറ്റിന്റെ ഫാബ്രിക് വെച്ചിട്ട്, അതുപോലെ തന്നെ ഓർഗൻസ ഫാബ്രിക് വെച്ചിട്ട്, അതുപോലെ തന്നെ സാറ്റിൻ വെച്ചിട്ട്, അതുപോലെ തന്നെ നമ്മുടെ സാധാ കോട്ടന്റെ പ്രിന്റഡ് ഫാബ്രിക്സ് അല്ലെങ്കിൽ പ്ലെയിൻ ആയാലും കുഴപ്പമില്ല, എന്ത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ യൂസ്ഫുൾ ആവുന്നുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുള്ളവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാം കേട്ടോ. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഇനിയുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്